സുനിൽ ഐസക് കൂടി ചേരുന്നുണ്ട്. സുനിൽ, ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് സിജോ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഇത് ഏത് രീതിയിൽ മറികടക്കുക എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മാത്രം ഉത്തരം പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കാൻ സാധിക്കുകയില്ല. കാരണം കോൺഗ്രസിന്റെ നേതാക്കൾ ചോദിക്കുന്നത് പോലെ, അല്ലെങ്കിൽ കോൺഗ്രസുകാർ UDF-കാർ ചോദിക്കുന്നത് പോലെ ഇതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ശബരിമല വിഷയം ഉൾപ്പെടെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ആ വിഷയത്തിലേക്ക് കൂടി ചർച്ചകൾ എത്തേണ്ടതുണ്ട്. പക്ഷേ അതിലേക്കൊന്നും പോകാതെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ദോഷമായി എത്ര മോശമായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ അവർക്കുണ്ടായിട്ടില്ലേ? അതിനപ്പുറത്തേക്ക് ഇത് കൈകാര്യം ചെയ്യുന്നതിൽ ഈ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണോ ഇപ്പോൾ സസ്പെൻഷനിൽ അപ്പുറത്തേക്ക് ഒരു കാര്യം എടുക്കാൻ, അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ നേതാക്കളെ തടയുന്നത്? ധന്യ, ഇന്ന് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം കാണുമ്പോൾ കൃത്യമായി മനസ്സിലാക്കും ഈ വിഷയത്തിൽ കോൺഗ്രസ് ഒരു പ്രതിരോധത്തിലേക്ക് നീങ്ങുന്നു എന്നതാണ്. അതായത് തിടുക്കപ്പെട്ട് എന്തെങ്കിലും കൂടുതൽ നടപടിയിലേക്ക് പോകാൻ കോൺഗ്രസ് നേതൃത്വം ഉദ്ദേശിക്കുന്നില്ല. ഇനിയുള്ളത് MLA സ്ഥാനം രാജിവെപ്പിക്കുക, മറ്റൊന്ന് പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായി പുറത്താക്കുക എന്നതാണ്. അങ്ങനെ ഒരു നീക്കം തൽക്കാലം വേണ്ട എന്നാണ് നേതാക്കൾക്കിടയിൽ ഒരു ധാരണയായിരിക്കുന്നത്. അതിന് പല കാരണങ്ങൾ അവർ നിരത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ പത്മകുമാർ ജയിലിലായി, എന്നിട്ടും പത്മകുമാറിനെതിരെ പാർട്ടി നടപടിയെടുത്തില്ല. മുകേഷ് അടക്കമുള്ള ആളുകൾക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ, അങ്ങനെ നിരവധിയായ കാരണങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോഴും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ വിവാദമാകും, വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തും, അത് കോൺഗ്രസിനെ സംബന്ധിച്ച് അത് ബാധിക്കും എന്നൊരു ബോധ്യവും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ അവരുടെ നിലപാടിൽ മറ്റൊരു പ്രതിരോധം ഉയർത്തുന്നത്. അതായത് ഇത് മനഃപൂർവ്വം ഇപ്പോൾ ഈ സമയത്ത്, തെരഞ്ഞെടുപ്പ് സമയത്ത് മനഃപൂർവ്വം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു അതായത് ഇര നിലവിലിപ്പോൾ CPM ആണ് ആ ഇരയെ ഉപയോഗപ്പെടുത്തുന്നത് എന്ന തരത്തിലേക്ക് ഒരു വാദം കോൺഗ്രസ് ഉന്നയിക്കുന്നു. നോക്കൂ, നേരത്തെ മുരളിയും ഇപ്പോൾ അല്പസമയം മുമ്പ് UDF കൺവീനർ അടൂർ പ്രകാശുമൊക്കെ അത് വളരെ കൃത്യമായി സ്പഷ്ടമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. CPM-ന്റെ കയ്യിലേക്ക് ഇരയെത്തിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നേരിട്ടെത്തി പരാതി കൊടുത്തത് പോലും സംശയിക്കത്ത കാര്യമാണ്. ഓരോ തെരഞ്ഞെടുപ്പ് കാലം ഉണ്ടാകുമ്പോഴും ഇത്തരം ചില ഇരകൾ CPM കോൺഗ്രസിനും കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ ഉയർത്തിക്കൊണ്ട് വരാറുണ്ട്. അങ്ങനൊരു പതിവാണ് ഈ വിഷയത്തിലും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമത്തിന്റെ വഴിക്ക് പോവട്ടെ, അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടത്തി കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ നടപടി അപ്പോൾ അത് മതി എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്. പത്മകുമാർ വിഷയത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി എടുത്ത അതേ നിലപാടാണ്. CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് കോടതി കണ്ടെത്തട്ടെ, കോടതി ശിക്ഷിക്കട്ടെ, അതിനുശേഷം തീരുമാനത്തിലേക്ക് പോകാം, ഒരു നടപടിയിലേക്ക് പോകാം എന്നാണ്. ആ ഒരു നിലപാട്, ആ ഒരു പ്രതിരോധത്തിന്റെ മതിൽ കോൺഗ്രസും ഏറ്റെടുക്കുന്നു, കോൺഗ്രസും തീർക്കുന്നു എന്നതാണ് നമ്മൾ കാണേണ്ട കാഴ്ച. മാത്രമല്ല CPM-നെ ഈ വിഷയത്തിൽ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം കൂടി കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. അടൂർ പ്രകാശ് പറഞ്ഞത്